കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് ഞങ്ങളൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. പാസ്പോർട്ട് അപേക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പാസ്പോർട്ട് ഇനിയിപ്പോൾ റിന്യൂ ചെയ്യേണ്ട ആൾക്കാർക്ക്, പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് നടത്തുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. നമ്മുടെ വിദേശ കാര്യ മന്ത്രി ശ്രീ സുഷമ സ്വരാജ് അവരിപ്പോൾ ഒരു പുതിയ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്പോർട്ട് സേവ എന്ന് പറയുന്ന ഒരു ആപ്പ്. അത് വളരെ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ആ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം നേടാമെന്ന് നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. 2013 ജൂലൈ 11-ാം തീയതിയാണ് പാസ്പോർട്ട് സേവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, അല്ലെങ്കിൽ പല സേവനങ്ങളും അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റിന്യൂ ചെയ്ത് എല്ലാം പുതുക്കി ഒരു ബ്രാൻഡ് ന്യൂ ആക്കിയിട്ട് ആ ആപ്പ് വീണ്ടും വന്നിരിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് ഒരു പാസ്പോർട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു. പാസ്പോർട്ട് ഓഫീസിൽ പോയി 1-2 ദിവസമാവും. സ്പെല്ലിംഗ് തെറ്റിപ്പോയാൽ കാത്തിരിക്കേണ്ടി വരും. എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് ആധാർ വന്നതോടുകൂടി ആധാറിലൂടെ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനും തിരുത്തലുകൾ വരുത്താനും ഒക്കെ പറ്റുമായിരുന്നു. എന്നാലും നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോയി ക്യൂ നിന്ന് ബാക്കി ഡീറ്റെയിൽസ് പാസ്പോർട്ടിന് വേണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യേണ്ട കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പാസ്പോർട്ട് സേവ എന്ന ആപ്ലിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ എവിടെ നിന്നും നിങ്ങളുടെ ഫോൺ മാത്രം യൂസ് ചെയ്തിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ട പേയ്മെൻറ്റ്സ് നടത്താം. അതേപോലെ ഡീറ്റെയിൽസ് തിരുത്തണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എൻക്വയറീസ് നടത്താനും പറ്റും. ഇത് ശരിക്കും ഗവൺമെൻറ് തന്നെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപേക്ഷകൻ ഒരു അഡ്രസ്സ് നൽകുമ്പോൾ ആ ഒരു അഡ്രസ്സിലേക്കാണ് നമുക്ക് പാസ്പോർട്ട് വരിക. അതേപോലെ പോലീസ് എൻക്വയറീസും കാര്യങ്ങളൊക്കെ അപേക്ഷകൻ അപ്ലൈ ചെയ്യുന്ന ആ ഫോമിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്കാണ് വരിക. അപ്പോൾ വളരെ സിംപ്ലിഫൈഡ് ഫോമാണ്. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു പാസ്പോർട്ട് ഉണ്ട്. നിങ്ങളിപ്പോൾ കേരളത്തിലാണ് താമസിക്കുന്നത്, കേരളത്തിലുള്ള ആളാണ്, പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് മുംബൈയിലാണ്. പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിട്ടുണ്ട്. കേരളത്തിൽ വന്ന് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് പാസ്പോർട്ട് നിങ്ങൾ നൽകുന്ന അഡ്രസ്സിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനു മുൻപ് 231ഓളം കേന്ദ്രങ്ങൾ പാസ്പോർട്ട് ഓഫീസുകൾ തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 212 ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയും പുതിയ സെൻറ്റേഴ്സൊക്കെ തുറക്കാനുള്ള പ്രയത്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോമുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ പലതും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പണ്ട് കുറേ പേപ്പേഴ്സ് കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ആധാർ വന്നപ്പോൾ ഒരു ആധാറിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പാൻ കാർഡ് വന്നതുകൊണ്ട് പാൻ കാർഡിൻ്റെ നമ്പർ കൊടുത്താൽ മതി. അങ്ങനെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കി മൊത്തം കവറാവും. അപ്പോൾ അതേപോലെ കുറേ അനാവശ്യമായിട്ടുള്ള പേപ്പേഴ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അതൊന്നും തന്നെ ഈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ഈ ഒരു പാസ്പോർട്ട് ആപ്ലിക്കേഷൻ മാറിയിട്ടുണ്ട്. ഈ പാസ്പോർട്ട് സേവ എന്ന ആപ്പ് വന്നു എന്ന് കരുതി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഈ ഒരു പാസ്പോർട്ട് സേവ ആപ്പിന്നോ അല്ലെങ്കിൽ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ആപ്പിന്നോ തപ്പി കുറേ ആപ്ലിക്കേഷൻസ് കാണാം. അതിൽ ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വേറൊരു കുഴിയിലേക്ക് ചെന്ന് പെടരുത്. കാരണം ഏതെങ്കിലും ഒരു ഒറിജിനൽ സംഭവം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കുറേ ഫേക്ക് കാര്യങ്ങളും പുറകെ വരും. പ്ലേ സ്റ്റോറിൽ തന്നെ കുറേ ഫേക്ക് ആപ്ലിക്കേഷൻസ് ഈ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനും പാസ്പോർട്ട് ഡീറ്റെയിൽസ് അറിയാനും മറ്റ് സെൻട്രൽ ഗവൺമെൻറ് സേവനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ആയി പോരുത്. പാസ്പോർട്ട് സേവ ആപ്ലിക്കേഷൻ അതെങ്ങനെയാണെന്നുള്ളത് ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഉള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഫേക്ക് ടു ഈ ഒരു പാസ്പോർട്ട് സേവ ആപ്ലിക്കേഷൻ അതിനെ കൂടി ഞങ്ങൾ പരിചയപ്പെടുത്താണ്. നിങ്ങളാരും നിങ്ങളുടെ ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്യാതിരിക്കാനാണ് ഈ ഒരു ഫേക്ക് ആപ്ലിക്കേഷൻസിനെ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് നോക്കാം. 15 ഫേക്ക് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ആപ്സിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തേത് ഓൺലൈൻ പാസ്പോർട്ട് സർവീസ് ആൻഡ് സേവ. സ്റ്റൈലിഷ് ഫോട്ടോ മേക്കറാണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ്. ഓൺലൈൻ പാസ്പോർട്ട് രജിസ്ട്രേഷൻ, അതുപോലെ അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യൽ, അപ്പോയിൻമെൻറ്റ്സ് എടുക്കൽ, ഇതൊക്കെ ഒറ്റയടിക്ക് എല്ലാം ഒരു സ്ഥലത്ത് ലഭ്യമാക്കി തരുന്നതാണ് പറയുന്നതെങ്കിലും ഓൺലൈൻ പാസ്പോർട്ട് സർവീസ് ആൻഡ് സേവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ അല്ല. രണ്ടാമത്തേത് ആധാർ പാൻ PNR പാസ്പോർട്ട് സേവ. 7 വെല്ലി എന്ന് പറയുന്ന ഒരു ഡെവലപ്പറിനെയാണ് അവിടെ കാണുന്നത്. MICR ആധാർ ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ IFSC, പാൻ, PNR, പാസ്പോർട്ട്, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്പിൽ ലഭ്യമാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആധാർ പാൻ PNR പാസ്പോർട്ട് സേവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫേക്കാണ്. മൂന്നാമത്തേത് പാസ്പോർട്ട് സേവ ഓൺലൈൻ. ക്വാണ്ടം സോൾസ് എന്ന് പറയുന്ന ഒരു ഡെവലപ്പറാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഗവൺമെൻറ് സർവീസസ് എല്ലാം തന്നെ നമുക്ക് എത്തിച്ചു തരിക എന്ന് പറയുന്ന ഒറിജിനൽ ആപ്ലിക്കേഷൻ്റെ പക്ക ഒരു ഡ്യുവറ്റ് പോലെ തന്നെയാണ്
പാസ്പോർട്ട് സേവ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്പ് കാണുന്നത്, അതും ഉപയോഗിക്കാതിരിക്കുക. പാസ്പോർട്ട് സർവീസ് ഈ സേവ എന്ന് പറയുന്ന ആപ്പാണ് നാലാമത്തേത്. ഗാലക്സി ആൻഡ്രോയിഡ് ആപ്സ് ആണ് അതിൻ്റെ ഡെവലപ്പേഴ്സ്. നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് സേവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസിലുള്ള അതേ സർവീസസ് ആണ് പാസ്പോർട്ട് സർവീസ് ഈ സേവ എന്ന് പറയുന്ന ആപ്പിലും തരുന്നത്, അതും ഡൗൺലോഡ് ചെയ്യേണ്ട. അഞ്ചാമത്തേത് പാസ്പോർട്ട് സ്റ്റാറ്റസ് ചെക്ക്. സ്മാർട്ട് ടെക് 2020 എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഡെവലപ്പറിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് ടെക് 2020 ആണ് ഡെവലപ്പറായിട്ട് കാണിച്ചിരിക്കുന്നത്. എല്ലാ ഇൻഫോർമേഷൻസും ഒറ്റയടിക്ക് എത്തുന്ന പാസ്പോർട്ടുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് എന്നാണ് പാസ്പോർട്ട് സ്റ്റാറ്റസ് ചെക്ക് എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ അത് ഡൗൺലോഡ് ചെയ്യാതിരിക്കാം. ആറാമത്തേത് ഇൻ പാസ്പോർട്ട് റീക്രിയേഷൻ. ഇത് പക്ക ഫേക്ക് ആപ്ലിക്കേഷൻ ആണ്. പാസ്പോർട്ട് സർവീസസ് ഒക്കെ തന്നെയാണ് ഓഫർ ചെയ്യുന്നതെങ്കിലും ഇൻ പാസ്പോർട്ട് റീക്രിയേഷൻ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യേണ്ട. ഏഴാമത്തേത് ഗവൺമെൻറ് ഡിജിറ്റൽ സർവീസസ് എന്ന് പറയുന്ന പാരലൽ ഇൻഫോ ഡെവലപ്പർ ആയിരിക്കുന്ന ആപ്പാണ്. എല്ലാ ഓൺലൈൻ ഗവൺമെൻറ് സർവീസസും ഒരു സ്ഥലത്ത് ലഭ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് ഡിജിറ്റൽ സർവീസസ് എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യാതിരിക്കുക. എട്ടാമത്തേത് പാസ്പോർട്ട് സേവ എന്ന് പറയുന്ന ഒരു ആപ്പ്. പാസ്പോർട്ട് സേവയല്ല, വെറും പാസ്പോർട്ട് സേവ. ഇഡ് ഇൻഫോടെക്സ് ആണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒറിജിനൽ പാസ്പോർട്ട് സേവേൻ്റെ കംപ്ലീറ്റ് ഫേക്ക് ആയിട്ടുള്ള ഒരു വേർഷനാണ് വെറും പാസ്പോർട്ട് സേവ എന്ന് പറയുന്ന ആപ്പ്. ഒൻപതാമത്തേത് ഇന്ത്യൻ പാസ്പോർട്ട് സ്റ്റാറ്റസ് ന്യൂ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എർത്ത് കോർപ്പറേഷൻ ആണ് അതിൻ്റെ ഡെവലപ്പേഴ്സ്. ഗവൺമെൻറ് സർവീസസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ലഭ്യമാക്കുക, പാസ്പോർട്ട് ആപ്ലിക്കേഷൻ അത് ട്രാക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് സ്റ്റാറ്റസ് ന്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് പറ്റുക. അതും യൂസ് ചെയ്യേണ്ട. പത്താമത്തേത് ഇന്ത്യൻ ID പ്രൂഫ് എന്ന് പറയുന്ന ആപ്പാണ്. ഇലക്ട്രോമാക്സ് ആണ് ഡെവലപ്പേഴ്സ്. ഡിജിറ്റൽ സർവീസസ്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് ഡിജിറ്റൽ സർവീസസ് നമുക്ക് ഇന്ത്യൻ ID പ്രൂഫ് എന്ന ആപ്ലിക്കേഷനിൽ കാണാം, പക്ഷേ യൂസ് ചെയ്യേണ്ട. 11ാമത്തേത് പാസ്പോർട്ട് സേവ ക്വിക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വിനു KN എന്ന ആളാണ് ഇതിൻ്റെ ഡെവലപ്പർ. ഒറിജിനൽ ആപ്ലിക്കേഷൻ്റെ ഒരു സിമ്പിൾ കോപ്പി എന്ന് പറയാം. 12ാമത്തേത് പാസ്പോർട്ട് സർവീസ് ഓൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സന്ദീപ് ആപ്പ് എന്ന ആളാണ് ഡെവലപ്പർ. പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ പാസ്പോർട്ട് സർവീസസ് ഓൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ അല്ല, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാതിരിക്കുക. 13ാമത്തേത് പാസ്പോർട്ട് ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ജഗദീപ് കുമാർ ആണ് ഇതിൻ്റെ ഡെവലപ്പർ. ഒറിജിനൽ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു ഫേക്ക് വേർഷൻ എന്ന് നമുക്ക് പറയാം. പാസ്പോർട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ സർവീസസും നമുക്ക് തരുന്ന ഒരു ആപ്പ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒരു ഫാൻസി വേൾഡ് പോലെയാണ്, ഭയങ്കര കളർഫുൾ ഒക്കെ ആയിട്ടാണ്. പാസ്പോർട്ട് ഓൺലൈൻ സർവീസസ് എന്നുള്ളത് യൂസ് ചെയ്യാണ്ടിരിക്കാം. 14ാമത്തേത് പാസ്പോർട്ട് സർവീസ് ഓൺലൈൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കോഡ് ഗൈ ആണ് ഇതിൻ്റെ ഡെവലപ്പർ. പാസ്പോർട്ട് സർവീസസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാറ്റഗറി വൈസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ പാസ്പോർട്ട് സർവീസ് ഓൺലൈൻ ഇന്ത്യ എന്ന ആപ്പ് വേണ്ട. സ്റ്റാറ്റസ് എൻക്വയറി ആപ്പ്, അതാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ആപ്പ്. ഭാസ്കർസ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഡെവലപ്പർ. ഇത് പക്ക ഫേക്ക് ആപ്ലിക്കേഷനാണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള പലരും ഇതൊരു വൈറസ് ആപ്ലിക്കേഷനാണ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാസ്പോർട്ട് സേവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ഒറിജിനൽ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പർ എന്ന് പറയുന്നത് CPV ആണ്. കൺസ്യൂലർ പാസ്പോർട്ട് ആൻഡ് വിസ ഡിവിഷൻ, ഇവരാണ് ഡെവലപ്പേഴ്സായിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് 15ഓളം ഫേക്ക് പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റിയൽ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് പാസ്പോർട്ട് സേവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. 15 ആപ്ലിക്കേഷൻസ് കൂടാതെ മറ്റ് ചില ഫേക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പല ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഐഡൻറ്റിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ആധാർ, പാൻ കാർഡ്, ഇലക്ഷൻ ID കാർഡ് തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡീറ്റെയിൽസും പാസ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആണ്. പാസ്പോർട്ടിനെ എല്ലാ രാജ്യത്തും അംഗീകരിക്കുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഫേക്ക് ആപ്ലിക്കേഷൻ വഴിയാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇൻഫോർമേഷൻസിൻ്റെ സുതാര്യതയും അതിൻ്റെ സീക്രസിയും പ്രൊട്ടക്ഷനും നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എനിവേസ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ ബൈ.